കേരള ക്രിക്കറ്റ് കളിച്ചുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഇത് ചെയ്യാൻ പറ്റിയത്. കാരണം നമ്മളെല്ലാവരും പറയും ഇപ്പോൾ മുംബൈ പോലെ ടീമിൽ കുറച്ചും കൂടെ പ്ലേയേഴ്സ് ഇന്ത്യൻ ടീമിൽ കിട്ടും എന്നുള്ള കാര്യം. ഒരിക്കലും നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ടീമിൽ കളിച്ചാൽ നമ്മൾ കുറച്ചും കൂടെ മോളിൽ കളിക്കാൻ പറ്റുമെന്ന് ഞാനൊരിക്കലും ബിലീവ് ചെയ്യുന്നില്ല. അപ്പോൾ കേരള ക്രിക്കറ്റിൽ കളിച്ചിട്ട് വേണം അവരെ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ കേരള ക്രിക്കറ്റിൻ്റെ ഒരു ചാമ്പ്യൻഷിപ്പ് അത് ഞാൻ ഡെബ്യൂ ചെയ്തപ്പം എൻ്റെ ക്യാപ്റ്റൻ ശ്രീശാന്ത് ആയിരുന്നു. അപ്പോൾ ശ്രീ അന്ന് പറഞ്ഞ ഒരു കാര്യമാണ് നമുക്ക് ഒരു ഇറാനി കപ്പ് നമുക്ക് നേടണം എന്നുള്ള കാര്യം. അപ്പോൾ ഇറാനി കപ്പ് നേടണമെങ്കിൽ നമ്മൾ രഞ്ജി ട്രോഫി കപ്പടിച്ചേ പറ്റൂ. അപ്പോൾ ആ ഒരു ഡ്രീമിലൂടെ തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിനെ കളിച്ച് നമ്മളെ ഇവിടുന്ന് ഇന്ത്യൻ ടീമിൽ കേരളത്തിൽ നിന്ന് കളിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു പ്രോസസ്സിലാണ് നമ്മുടെ പ്ലേയേഴ്സ് എല്ലാവരും. ഇത് ഒരു നാടിൻ്റെ ആഗ്രഹമാണ്. ക്രിക്കറ്റിനെയും ഫുട്ബോളിനെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നാടിൻ്റെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് മുന്നിൽ പ്രതിസന്ധികൾ വഴിമാറി. ചരിത്രത്തിലാദ്യമായി കേരളം രഞ്ജി ട്രോഫിയുടെ ഫൈനലിലെത്തി. ഇന്ത്യൻ ക്രിക്കറ്റിൽ അത്രമേൽ ഉയർന്നു കേട്ടിട്ടില്ലാത്ത ഒരു നാട്. പക്ഷേ പ്രതാപികൾ ഉൾപ്പെടുന്ന പഞ്ചാബിനെയും ഉത്തർപ്രദേശിനെയും കേരളം തോൽപ്പിച്ചു. മധ്യപ്രദേശിനെതിരെ കൺമുന്നിൽ കണ്ട തോൽവിയിൽ നിന്നും പൊരുതി നേടിയ സമനില. പരാജയമറിയാതെ ഗ്രൂപ്പ് ഘട്ടം കടന്ന് കേരളം ക്വാർട്ടറിലെത്തി. ഒറ്റ റണ്ണിന്റെ വിലയെറിഞ്ഞ ക്വാർട്ടർ ഫൈനൽ. സെമിയിൽ മുഹമ്മദ് അസറുദ്ദീന് മുന്നിൽ ഗുജറാത്തിന്റെ ക്ഷമ കിട്ടു. പിന്നെ സൽമാൻ നിസാറിന്റെ ഹെൽമറ്റിൽ തട്ടി ഗുജറാത്ത് പുറത്തേക്ക്. ചരിത്രത്തിലാദ്യമായി രഞ്ജി എടുക്കാൻ സച്ചിൻ ബേബിയുടെ ടീം നാഗ്പൂരിലേക്ക് വണ്ടി കയറി. പ്രതീക്ഷയോടെ ഒരു നാട് കാത്തിരുന്നു. പരമാവധി ശ്രമിച്ചു നമ്മൾ. കരുൺ നായരും ഡാനിഷ് മാലേവറും വിദർഭയ്ക്കായി പോരാട്ടം തുടങ്ങി. നായകൻ സച്ചിൻ ബേബിയിലൂടെ കേരളം തിരിച്ചടിച്ചു. പക്ഷേ ആ നിമിഷം 2011 ലോകകപ്പിലെ ഗംഭീറിന്റെ സെഞ്ചുറി നഷ്ടം പോലെ, 2019 ലോകകപ്പിൽ ധോണിയുടെ റണ്ണൌട്ട് പോലെ നിർഭാഗ്യത്തിന്റെ ആ നിമിഷം കേരളത്തിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു തുടങ്ങി. കരുണും ഡാനിഷും പിന്നെയും ക്രീസിലുറച്ചു. ഒടുവിൽ അഴിക്കാനാകാത്ത സമനിലക്കുരുക്കിൽ കേരളം വീണുപോയി. ഒരിക്കൽ കൂടി കാത്തിരിക്കാനാണ് ക്രിക്കറ്റിന്റെ അനിശ്ചിതത്വം കേരളത്തോട് പറയുന്നത്. ജലജ് സക്സേനയും സച്ചിൻ ബേബിയും ഇപ്പോഴും കാത്തിരിക്കുകയാണല്ലോ. സച്ചിൻ തെണ്ടുൽക്കറും ലയണൽ മെസ്സിയും കാത്തിരുന്നവരാണല്ലോ. രഞ്ജി ട്രോഫി കിരീടത്തിനായി നമ്മൾ പോരാടിയിട്ടുണ്ട്. ഓരോ ദിവസവും പുതിയ കഥകൾ പറയുന്ന ക്രിക്കറ്റ് ലോകം അവസാന നിമിഷം നമുക്കൊപ്പം ഉണ്ടായിരുന്നില്ല. തല ഉയർത്തിപ്പിടിക്കാം, പോരാട്ടം തുടരാം. ക്രിക്കറ്റ് ലോകത്തിന്റെ പ്രകാശം ഒരിക്കൽ കേരളത്തിന്റെ മണ്ണിലെത്തുമെന്ന് ഉറപ്പാണ്.